ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ നടത്താൻ സാധ്യതയുള്ള ആക്രമണങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമായിട്ടുണ്ട്. ഇത്തരം നീക്കങ്ങൾ ഉണ്ടായാൽ അത് തിരിച്ചടിക്കാനുള്ള പ്ലാൻ ഇറാൻ ഇതിനോടകം തയ്യാറാക്കിയിട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ്. പശ്ചിമേഷ്യൻ മേഖലയിലെ പല രാജ്യങ്ങളും ഈ സംഘർഷത്തിൽ പക്ഷം പിടിക്കേണ്ടി വരുന്ന അവസ്ഥയിലെത്തും. ഇറാൻ ജനതയ്ക്കിടയിലും ഈ സൈനിക സജ്ജീകരണങ്ങൾ സംബന്ധിച്ച് സമ്മിശ്ര വികാരങ്ങളാണ് ഉള്ളത്. ഉപരോധങ്ങൾ മൂലം തകർന്ന സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ യുദ്ധത്തിലേക്ക് തള്ളിവിടുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഒരു വിഭാഗം ഭയപ്പെടുന്നു. എന്നാൽ ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ ഒത്തുതീർപ്പില്ലാത്ത നിലപാടാണ് വലിയൊരു വിഭാഗം ജനങ്ങൾക്കുമുള്ളത്. മേഖലയിലെ സായുധ ഗ്രൂപ്പുകൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണയും വലിയൊരു ഘടകമാണ്. ഹിസ്ബുള്ളയും ഹൂത്തികളും പോലുള്ള സംഘടനകൾ ഇറാന്റെ നിർദ്ദേശപ്രകാരം നീങ്ങിയാൽ യുദ്ധം കൂടുതൽ വ്യാപകമാകും. ലെബനൻ, യമൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും സംഘർഷം പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സൈനിക തന്ത്രങ്ങളിൽ ഇറാൻ സ്വീകരിക്കുന്ന അസമമായ യുദ്ധമുറ പാശ്ചാത്യ ശക്തികളെ കുഴപ്പിക്കുന്നുണ്ട്. വലിയ നാവികപ്പടകളെ നേരിടാൻ ചെറിയ ബോട്ടുകളും ഡ്രോണുകളും ഉപയോഗിക്കുന്ന ഇറാന്റെ രീതികൾ കടലിലെ പോരാട്ടത്തിൽ അവർക്ക് മേൽക്കൈ നൽകുന്നുണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് അമേരിക്ക തങ്ങളുടെ നീക്കങ്ങൾ നടത്തുന്നത്. ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയവും ഈ സംഘർഷങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. ഭരണകൂടത്തിന്റെ നിലനിൽപ്പിനായി സൈനികമായ വിജയങ്ങൾ ആവശ്യമാണെന്ന് അവർ കരുതുന്നു. വിദേശ ശത്രുക്കളെ ചൂണ്ടിക്കാട്ടി ജനങ്ങളെ ഒന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഇറാന്റെ നിലപാട് കൂടുതൽ കടുപ്പിക്കാൻ കാരണമാകുന്നു. സാമ്പത്തികമായി ഇറാനെ തളർത്താൻ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. എന്നിട്ടും സൈനികമായ ഇത്രയും വലിയ സജ്ജീകരണങ്ങൾ നടത്താൻ ഇറാൻ കാണിക്കുന്ന ആർജവം വിസ്മയിപ്പിക്കുന്നതാണ്. സ്വന്തമായി വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യകളാണ് ഇതിന് അവരെ സഹായിക്കുന്നത്. ട്രംപ് ഉയർത്തുന്ന വെല്ലുവിളികൾ കേവലം തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ളതല്ലെന്നും അത് ഇറാനെതിരെ നേരിട്ടുള്ള ഒരു സൈനിക നടപടിക്ക് വഴിയൊരുക്കാനുള്ളതാണെന്നും ഇറാൻ വിശ്വസിക്കുന്നു. ഇത്തരം ഒരു സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് മിസൈലുകൾ ലോഡ് ചെയ്തു വെച്ചിരിക്കുന്നു എന്ന പ്രസ്താവന അവർ നടത്തുന്നത്. അറബ് രാജ്യങ്ങൾ ഈ വിഷയത്തിൽ തികഞ്ഞ മൗനം പാലിക്കുകയാണെങ്കിലും അവർ വലിയ ആശങ്കയിലാണ്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഒരു നേരിട്ടുള്ള യുദ്ധം തങ്ങളുടെ രാജ്യങ്ങളുടെ സുരക്ഷയെയും സമ്പദ് വ്യവസ്ഥയെയും ബാധിക്കുമെന്ന് അവർക്കറിയാം. നിലവിലെ വെടിനിർത്തൽ എന്നത് ഒരു ശാശ്വത പരിഹാരമല്ലെന്നും മറിച്ച് ഇരുപക്ഷവും തങ്ങളുടെ സൈനിക തന്ത്രങ്ങൾ പുനരാവിഷ്കരിക്കാനുള്ള ഒരു ഇടവേളയായിട്ടാണ് ഇതിനെ കാണുന്നതെന്നും സൈനിക വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. സംഘർഷ മേഖലകളിൽ നിന്ന് സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കാൻ ആരും തയ്യാറാകാത്തത് ഈ സംശയത്തെ ഫലപ്പെടുത്തുന്നു. ഓരോ നീക്കവും അതീവ ജാഗ്രതയോടെയാണ് ലോകരാഷ്ട്രങ്ങൾ നിരീക്ഷിക്കുന്നത്. ആഗോള വിപണിയിൽ ഈ സംഘർഷാവസ്ഥ വലിയ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടാകുന്ന ചാഞ്ചാട്ടം ലോക സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടാൽ അത് ആഗോള ഇന്ധന പ്രതിസന്ധിക്ക് കാരണമാകുമെന്ന ഭയം വിപണികളിൽ നിഴലിക്കുന്നു. നിക്ഷേപകരും വൻകിട കമ്പനികളും മേഖലയിലെ ഓരോ വാർത്തകളെയും ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവനകളിൽ തങ്ങളുടെ പരമാധികാരത്തിന് നേരെ ഉണ്ടാകുന്ന ഏതൊരു നീക്കത്തെയും ശക്തമായി പ്രതിരോധിക്കുമെന്ന സന്ദേശമാണുള്ളത്. അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും പാശ്ചാത്യ ശക്തികളോടുള്ള അവരുടെ ശത്രുത കുറയുന്നില്ല. മേഖലയിൽ തങ്ങളെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളെ ചെറുക്കുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഇസ്രയേൽ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യതയുള്ള ഏതുതരം മിസൈൽ ആക്രമണത്തെയും പ്രതിരോധിക്കാൻ അയൺ ഡോം പോലുള്ള സംവിധാനങ്ങൾ സജ്ജമാണെന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്നു. എന്നാൽ ഇറാന്റെ ഡ്രോൺ സാങ്കേതിക വിദ്യയും അത്യാധുനിക മിസൈലുകളും പ്രതിരോധിക്കാൻ ഇത് എത്രത്തോളം പര്യാപ്തമാകുമെന്ന കാര്യത്തിൽ തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ നിരന്തരമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് അവരുടെ ആഹ്വാനം. എന്നാൽ പ്രായോഗിക തലത്തിൽ ഇത്തരം ചർച്ചകൾ പലപ്പോഴും ഫലം കാണുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇറാന്റെ സായുധ സേനയുടെ കരുത്ത് വെളിപ്പെടുത്തുന്ന പുതിയ വാർത്തകൾ വരുന്നത് മേഖലയിൽ ഒരു വൻ യുദ്ധത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന സൂചനയാണ് നൽകുന്നത്. ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ സൈനിക നീക്കങ്ങളെ ബാധിക്കുന്നു. വെടിനിർത്തൽ അവസാനിച്ചാൽ ഉണ്ടാകാനിടയുള്ള നാശനഷ്ടങ്ങൾ പ്രവചനാതീതമാണ്.
പ്രാദേശികമായ അസ്ഥിരതയ്ക്കപ്പുറം ഇതൊരു ആഗോള പ്രതിസന്ധിയായി മാറാനുള്ള സാധ്യതയാണ് പലരും കാണുന്നത്. റഷ്യയും ചൈനയും പോലുള്ള രാജ്യങ്ങൾ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാടുകൾ നിർണായകമാണ്. ഇറാന് പിന്തുണ നൽകുന്ന രാജ്യങ്ങളും അമേരിക്കയ്ക്ക് പിന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളും തമ്മിലുള്ള ചേരിതിരിവ് അന്താരാഷ്ട്ര തലത്തിൽ പുതിയ സമവാക്യങ്ങൾ രൂപപ്പെടുത്തുന്നുണ്ട്. ആഗോള മാധ്യമങ്ങൾ ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. ഓരോ മിനിറ്റിലും പുറത്തു വരുന്ന അപ്ഡേറ്റുകൾ ലോകം ശ്വാസമടക്കി പിടിച്ചാണ് വായിക്കുന്നത്. പശ്ചിമേഷ്യയിലെ ഒരു തീപ്പൊരി ലോകം മുഴുവൻ പടരാൻ സാധ്യതയുള്ള ഒന്നാണെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് ശത്രുക്കൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതാണ്. ഭൂമിക്കടിയിലെ മിസൈൽ നഗരങ്ങളും ഡ്രോൺ പ്ലാന്റുകളും തങ്ങളുടെ പ്രതിരോധ ശേഷിയുടെ അടയാളമാണെന്ന് അവർ പറയുന്നു. ഇത് അമേരിക്കയുടെ സൈനിക ആസൂത്രണങ്ങളെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. വെടിനിർത്തൽ കാലയളവിൽ പോലും ഇസ്രയേൽ നടത്തുന്ന ചാരപ്പണികൾ ഇറാന്റെ രോഷത്തിന് കാരണമാകുന്നുണ്ട്. തങ്ങളുടെ പ്രധാന ശാസ്ത്രജ്ഞരെയും ഉദ്യോഗസ്ഥരെയും ലക്ഷ്യം വെക്കുന്ന ഇസ്രയേലിന് കടുത്ത മറുപടി നൽകുമെന്ന് അവർ പ്രതിജ്ഞയെടുത്തിട്ടുണ്ട്. പ്രതികാരം ചെയ്യാനുള്ള അവസരത്തിനായി അവർ കാത്തിരിക്കുകയാണ്. യുഎസിന്റെ വിമാനവാഹിനി കപ്പലുകൾ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് ഇറാന്റെ സൈനിക നീക്കങ്ങളെ നിരീക്ഷിക്കാനാണ്. എന്നാൽ ഈ കപ്പലുകൾ തങ്ങളുടെ മിസൈലുകൾക്ക് എളുപ്പത്തിൽ ലക്ഷ്യം വെക്കാവുന്നവയാണെന്ന് ഇറാൻ പരിഹസിക്കുന്നു. കടലിലെ ഈ ശക്തി പ്രകടനം വലിയൊരു പോരാട്ടത്തിന് കളമൊരുക്കുന്നു. സൈനിക വിശകലന വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇരുപക്ഷവും നിലവിൽ ഒരു മനഃശാസ്ത്ര യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ആര് ആദ്യം പിൻവാങ്ങും എന്നതാണ് ചോദ്യം. ഭീഷണികളിലൂടെയും പ്രസ്താവനകളിലൂടെയും പരസ്പരം സമ്മർദ്ദത്തിലാക്കാനാണ് ഇവിടെ ശ്രമം നടക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് നൽകുന്ന നിർദ്ദേശങ്ങൾ സൈന്യത്തിന് വലിയ ആവേശമാണ് നൽകുന്നത്. മതപരമായ വികാരങ്ങളെയും ദേശീയതയും കൂട്ടിയിണക്കിയാണ് അവർ സൈനികരെ സജ്ജരാക്കുന്നത്. ഇത് ഇറാന്റെ പോരാട്ട വീര്യം വർദ്ധിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നടന്ന സൈനിക നീക്കങ്ങളിൽ നിന്ന് ഇരുപക്ഷവും പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടാവാം. ഡ്രോൺ ആക്രമണങ്ങളുടെയും സൈബർ ആക്രമണങ്ങളുടെയും പുതിയ രൂപങ്ങൾ ഈ സംഘർഷത്തിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ള യുദ്ധം തികച്ചും വ്യത്യസ്തമായിരിക്കും. മേഖലയിലെ ജനങ്ങൾ അതീവ ദുരിതത്തിലാണ്. യുദ്ധഭീതി കാരണം പലരും പലായനം ചെയ്യാനും ഒരുങ്ങുന്നു. ആശുപത്രികളും മറ്റ് അവശ്യ സേവനങ്ങളും യുദ്ധസജ്ജമായിരിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. സമാധാനപൂർവമായ ജീവിതം എന്ന ഇവരുടെ പ്രതീക്ഷകൾക്ക് മുകളിൽ യുദ്ധത്തിന്റെ നിഴൽ വീണിരിക്കുന്നു. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ നിർണായകമാണ്. വെടിനിർത്തൽ തുടരുമോ അതോ മേഖല ഒരു മഹായുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന് ലോകം ഉടനറിയും. ഇറാൻ നൽകിയ ഈ മുന്നറിയിപ്പ് ഒരവസാന താക്കീതായിരിക്കുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. പശ്ചിമേഷ്യയുടെ ഭൂപടം മാറ്റിവരയ്ക്കാൻ സാധ്യതയുള്ള വലിയൊരു മാറ്റത്തിന്റെ വക്കിലാണ് നാം ഇപ്പോൾ. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും നീക്കങ്ങളും ഇറാന്റെ തിരിച്ചടികളും തമ്മിലുള്ള ഈ ബലപരീക്ഷണം ലോക ചരിത്രത്തിലെ തന്നെ ഒരു പ്രധാന അധ്യായമായി മാറും എന്നതിൽ തർക്കമില്ല. അമേരിക്കയും ഇസ്രയേലും ഉൾപ്പെടുന്ന സഖ്യശക്തികളുമായി നിലനിൽക്കുന്ന രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ അതീവ ദുർബലമാണെന്ന സൂചനകൾ നൽകിക്കൊണ്ട് തങ്ങളുടെ സായുധ സേന പൂർണ്ണ സജ്ജമാണെന്ന ശക്തമായ മുന്നറിയിപ്പുമായി ഇറാൻ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ മേഖലയിൽ ആഴ്ചകളോളം നീണ്ടുനിന്ന കടുത്ത സൈനിക നീക്കങ്ങൾക്കും സംഘർഷങ്ങൾക്കും ശേഷമാണ് ഈ ഒരു ഇടവേള ഉണ്ടായതെങ്കിലും സമാധാനം എന്നത് ഇപ്പോഴും ഒരു വിദൂര സ്വപ്നമായി തുടരുകയാണ്. ശത്രുപക്ഷത്തെ സൈനികമായ ഒരു താൽക്കാലിക പിന്മാറ്റത്തിന് നിർബന്ധിതരാക്കിയത് തങ്ങളുടെ കരുത്താണെന്നാണ് ടെഹ്റാൻ അവകാശപ്പെടുന്നത്. ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന വാദം തങ്ങളുടെ സൈനിക ശക്തിയും തന്ത്രപരമായ നീക്കങ്ങളും കാരണമാണ് യുഎസും ഇസ്രായേലും ഒരു വെടിനിർത്തലിന് തയ്യാറായത് എന്നാണ്. എന്നാൽ ഈ ഒരു ശാന്തത ഏത് നിമിഷവും തകരാമെന്ന ബോധ്യം ഇരുപക്ഷത്തിനുമുണ്ട്. ഇറാൻ സായുധ സേനയുടെ എല്ലാ വിഭാഗങ്ങളും ഏതുതരം വെല്ലുവിളിയെയും നേരിടാൻ തയ്യാറായി നിൽക്കുകയാണെന്ന് ഭരണകൂടം വ്യക്തമാക്കുന്നു. വെടിനിർത്തൽ കരാറിലെ ഏതെങ്കിലും തരത്തിലുള്ള ലംഘനങ്ങൾ ഉണ്ടായാൽ അതിന് തൽക്ഷണം മറുപടി നൽകുമെന്നാണ് ഇറാന്റെ സൈനിക നേതൃത്വം നൽകുന്ന ഭീഷണി. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര വ്യാപാര പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഈ സാഹചര്യത്തിൽ വീണ്ടും മൂർച്ഛിച്ചിരിക്കുകയാണ്. ആഗോള എണ്ണ വിതരണത്തിന്റെ ഗണ്യമായ ഭാഗവും കടന്നുപോകുന്ന ഈ മേഖലയിൽ ഇറാന്റെ സാന്നിധ്യം ശക്തമാണ്.
ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നടത്തുന്ന സൈനിക അഭ്യാസങ്ങളും നിരീക്ഷണങ്ങളും തങ്ങളുടെ സുരക്ഷാ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണെന്ന് അവർ ആവർത്തിക്കുന്നു. എന്നാൽ ഇത് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് ഭീഷണിയാണെന്നാണ് അമേരിക്കയും സഖ്യകക്ഷികളും വാദിക്കുന്നത്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പുതിയ പ്രസ്താവനകളും ഭീഷണികളും മേഖലയിലെ അസ്ഥിരത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇറാന്റെ ആണവ പദ്ധതികൾക്കും പ്രാദേശിക സ്വാധീനത്തിനുമെതിരെ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന ട്രംപിന്റെ നയങ്ങൾ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. ട്രംപിൽ നിന്നുള്ള ഇത്തരം മുന്നറിയിപ്പുകൾ വെടിനിർത്തൽ പ്രക്രിയയെ അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്ന ആശങ്ക ശക്തമാണ്. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് തങ്ങളുടെ മിസൈൽ കരുത്ത് പ്രദർശിപ്പിച്ചുകൊണ്ട് പ്രകോപനപരമായ പ്രസ്താവനകളാണ് പുറപ്പെടുവിക്കുന്നത്. മിസൈലുകൾ എല്ലാം സജ്ജമാണെന്നും ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് തൊടുക്കാൻ തയ്യാറായിരിക്കുകയാണെന്നും അവർ അവകാശപ്പെടുന്നു. ഇത് കേവലം ഒരു വാചകമണി മാത്രമല്ലെന്നും മറിച്ചൊരു യഥാർത്ഥ സൈനിക ഭീഷണിയാണെന്നുമാണ് മിസൈൽ സാങ്കേതിക വിദ്യയിൽ ഇറാന്റെ പുരോഗതി നിരീക്ഷിക്കുന്നവർ പറയുന്നത്.